മഹ്ദിമാവ് 2027 വരില്ല. എന്നാൽ മഹ്ദിമാവ് നീളൂല്ല. ഈ നീളയിൽ നിന്ന് 10, 15, 20 കൊല്ലം ഒക്കെ ഇന്നുണ്ടാകാം. അതൊന്നും നീളാത്തതാണ്. മഹ്ദിമാവ് വരാനുള്ള സാഹചര്യം ഊർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയും പണിയുണ്ട്. നമ്മളൊക്കെ ആവറേജ് സുഖത്തിലാണ്. അപ്പൊ മഹ്ദിമാവ് വരില്ല. മനസ്സിലായില്ല? നമ്മളൊക്കെ പ്രായമാണ്, ആവറേജ് സുഖത്തില്ല. അപ്പൊ മഹ്ദിമാവ് വരില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് തുപ്പുന്നവരെ മതി വരില്ല. എന്താ പറഞ്ഞ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് തുപ്പൽ സർവ്വസാധാരണോ അപ്പോഴേ മതി വരുള്ളൂ. അതായത് വിദ്വേഷം സമൂഹത്തിൽ വർദ്ധിക്കും. അതിന്റെ അടിത്തറട്ടു ഇട്ടല്ലേ ഉറപ്പില്ല നോക്കണേ. ഞാൻ എത്ര വട്ടം കാല് പിടിച്ചിട്ട് പലരോടും മുസ്ലിമീങ്ങളെങ്കിലും മറ്റുള്ളവർ പറഞ്ഞ ഉരുളക്കുപ്പേരി മറുപടി അറിയരുത്. മറ്റൊരു പ്രശ്നം ഖുർആനും ഹദീസും നബിയും അല്ല. മറ്റൊരു പ്രശ്നം വർഗീയത കത്തിച്ച് അതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ ലാഭം നടല. നിങ്ങൾ പറയുന്ന മറുപടി അവർക്ക് മറുപടിയല്ല. എന്തുകൊണ്ട്? അവർക്ക് ചോദ്യമല്ല ഉള്ളത്, അവർക്ക് പ്രശ്നമാണ്. ലോകം മുഴുവൻ ദജ്ജാലിന്റെ ഫിത്നകൾ കാത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദജ്ജാലിന്റെ ചില ചതികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായി കണ്ണും കാതുള്ളവർക്ക് മുഴുവനും ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ദജ്ജാലാണ് ഇപ്പോൾ ചർച്ച. ലോകത്ത് മുഴുവനും ദജ്ജാൽ ചർച്ചയാണ്. ലോകത്ത് മുഴുവൻ ദജ്ജാൽ ചർച്ചയായ കാലമാണിത്. മുസ്ലിങ്ങളിൽ ഈ ദജ്ജാൽ എന്നൊരു സാധനത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ലോകം 2 പ്രതീക്ഷയിലാണ്. രണ്ടാളും മസീഹ. ഒന്ന് മസീഹ് ദജ്ജാലും ഒന്ന് മസീഹ് ഈസയും. അത് മാറി മറിഞ്ഞും വരും. അത് പിന്നീട് ഞാൻ പറയാം. ഇപ്പൊ ഒരു വാക്കുകൊണ്ട് അത് പറയില്ല. രണ്ടാളും മസീഹ. മസീഹ് ദജ്ജാല്, മസീഹ് ഈസ. ഈസൽ മസീഹ്, മസീഹ് ദജ്ജാൽ. ഇതൊരു എല്ലാവർക്കും അറിയുന്നത്. അപ്പം ലോകത്ത് 2 വിഭാഗമുള്ള 2 വിഭാഗത്തിനും ഓരോ മസീഹാണ്. ഇരുട്ടിന്റെ പാർട്ടികൾക്കും രക്ഷകനുണ്ട്, വെളിച്ചത്തിന്റെ പാർട്ടികൾക്കും രക്ഷകനുണ്ട്. ഇരുട്ടിന്റെ പാർട്ടികൾ രക്ഷകനായി കണക്കാക്കുന്ന ആളാണ് ആര്? ദജ്ജാൽ. വെളിച്ചത്തിന്റെ പാർട്ടികൾ രക്ഷകനായി കണക്കാക്കുന്ന ആളാണ് ആര്? സേവ്യറാണ്, രക്ഷകനാണ്, സേവ്യർ ആണ് ആര്? ഈസ. ദജ്ജാലിനെ സേവ്യറായി കണക്കാക്കുന്നവരുമുണ്ട്. അപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഉണർന്നു നിൽക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ സേവ്യറെ കാത്തിരിക്കുന്നു. യാ ദജ്ജാൽ യാ ഈസ. മിശിഹ, മസീഹ് എന്നാൽ മിശിഹ. മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പൊ ഈ കാത്തിരിക്കുന്ന വേളയിൽ ഒരു സമയമാണ്. ഇങ്ങനത്തെ സമയത്തെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നബിയോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു. അങ്ങനത്തെ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു ഇഖ്റഉ മിൻ ഫവാത്തിഹിൽ കഹ്ഫി. അൽ കഹ്ഫിന്റെ തുടക്കം അങ്ങനെ ഓതിയാൽ മതി എന്ന് പറഞ്ഞു. അതിലെല്ലാം അത്ഭുതങ്ങൾ കിടക്കുന്നുണ്ട്. ആ പറഞ്ഞതിൽ തന്നെ അത്ഭുതങ്ങൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കും. ഈ ക്ലാസ് ഇന്ന് തീരൂല. ചിലപ്പോൾ നാളെയാവും, ചിലപ്പോൾ മറ്റന്നാളുണ്ടാവും, ചിലപ്പോൾ പിറ്റേന്നാളുണ്ടാവും, ചിലപ്പോൾ പിന്നെ ഉണ്ടാവും. ഇതൊരു പഠനമാണ്. അൽ കഹ്ഫ് നേരത്തെ നമ്മൾ ഈ 25 കൊല്ലത്തിനുള്ളിൽ അൽ കഹ്ഫ് നമ്മൾ പൂർത്തിയായ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതല്ല ഈ വ്യാഖ്യാനം, ഇത് വേറെയാണ്. നമ്മൾ പദാനുപദം വ്യാഖ്യാനമല്ല. നമ്മൾ രത്നം വാരിയാണ് എന്ന്. അന്ന് വരാത്ത ഒരു തരം രത്നം ഇപ്പോൾ, അന്ന് കുറേ രത്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ രത്നമല്ല, ഇത് വേറെ രത്നമാണ്. അൽ കഹ്ഫ് പണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലാസ് കേട്ടതല്ലേന്ന് വിചാരിച്ചിട്ട് ഇത് തള്ളണ്ട. അതിൽ പറഞ്ഞു ഇതിൽ പറയില്ല, ഇതിൽ പറഞ്ഞൊന്നും അതിൽ പറഞ്ഞിട്ടുമില്ല. അന്നത് ഇക്കൊല്ലം പറഞ്ഞാൽ നിങ്ങൾക്ക് തലി കയറുന്ന കാലമല്ല. ഇന്ന് നിങ്ങൾ കണ്ണും കാതുള്ളവനത് ശരിക്ക് കണ്ണു തുറക്കും. എന്തുകൊണ്ട്? ഇന്നത് കാലം വന്നു കഴിഞ്ഞു. ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മളെ എക്കണോമിക് താറുമാറായി എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് അല്ലേ? കേരളക്കാരെ ആർഭാടം നിർത്തണം, എക്കണോമി താറുമാറായി. ഇത് ഞാൻ 2005, 2006, 2007, 2008, 2009, 2010, 2011, 2012 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 20 ശേഷം ആഫ്റ്റർ 20 എക്കണോമി തകരും. ബിഫോർ 35 മുമ്പ് എക്കണോമി നേരെ നിർത്താൻ കഴിയില്ല. ബിഫോർ
35 മുമ്പ് എക്കണോമി നേരെ നിർത്താൻ ഒരു ശക്തി കഴിയില്ല. പിന്നെ എന്താണുള്ളത് അല്ലാഹു അഅലം, അതിപ്പോൾ പറയാൻ പറ്റൂല. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇപ്പോൾ എക്കണോമി തകരുന്ന സമയത്ത് ഒരു എക്കണോമി തകരുകയാണെന്ന് പറയുന്നതിൽ അത്ഭുതമല്ല. ഞാനൊരു അത്ഭുതമായിട്ടൊന്നുമില്ല, ഞാനിതൊരു പഠനമാണ്. പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. നമ്മളയക്കണം ഓർട്ടണം എന്നാലും മനസ്സിലാവുള്ളൂ. അന്നതാരും മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, അന്ന് മനുഷ്യൻ അത് നിസ്സാരാക്കി. ഗൾഫിനെ കണക്കാക്കണ്ട, സ്വന്തം നാട്ടിൽ കൃഷിയോ സൗകര്യമൊക്കെ നോക്കിക്കോളി. തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഭൂമികളുണ്ട്, കൃഷി ചെയ്യാൻ പഠിച്ചോളി. അതെന്താണെങ്കിലും നമ്മുടെ നാടാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. കൃഷിയല്ലാത്ത രക്ഷയിനില്ല കേട്ടോ, ഗൾഫിനെ ആശ്രയിക്കണ്ട. എന്ന് പണ്ട് നമ്മൾ കൃഷി ചെയ്തിരുന്ന കാലമല്ല ഇന്ന്. പണ്ട് നമുക്ക് ചെറിയ കൃഷി ചെയ്ത് ഒപ്പിച്ച് പോയാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെ ഒപ്പിക്കാൻ നമ്മളെ തൊട്ട് മുന്നിൽ കൃഷിയില്ല, കൃഷിഭൂമിയില്ല. അപ്പം കൃഷിഭൂമിയുള്ള സ്ഥലത്തെ ആശ്രയിക്കേണ്ടി വരും. അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം തമിഴ്നാട് നിങ്ങൾക്ക് കൃഷി ചെയ്യാം, അത് നമ്മുടെ രാജ്യമാണ്. എന്തൊക്കെ പ്രയാസം ഉണ്ടായാലും അവിടെ നിയമമുണ്ട്, ചോദിക്കാനും പറയാൻ ആളുണ്ട്. മൊത്തം ഇന്ത്യ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കുകയാണെങ്കിൽ അത് അവിടെ ബാധിക്കുള്ളൂ. പിന്നെ മറ്റൊക്കെ നമ്മൾ തമ്മിലുള്ള ഇന്ത്യയിൽ പ്രശ്നങ്ങളാണ്, അതൊക്കെ പരിഹാരം ഉണ്ടാവും. ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, എന്തൊക്കെയാണെങ്കിലും. പിന്നെ പ്രയാസങ്ങൾ പൊതുവെ ഉണ്ടാവും, കാരണം ആഹൃതമാനാൻ ഒരു പ്രയാസം ഉണ്ടാവും. എന്നാലും അവനവൻ്റെ നാട്ടിൽ ചെയ്യുന്നത് നല്ലതാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം, കൃഷിഭൂമി കണ്ടെത്തണം. കൃഷിയല്ലാതെ രക്ഷയിനിയില്ല, നിങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ ഇനി ഓടണ്ട എന്ന് ഞാൻ പറഞ്ഞ പ്രസംഗങ്ങൾക്ക് കയ്യും കണക്കുകയില്ല. ഇപ്പോൾ ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഞാനത് പറയണമില്ല, ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. ഇത് 2005 മുതൽ 2015 വരെയുള്ള പ്രസംഗം നിരന്തരം പറഞ്ഞിട്ടുണ്ട്. നിരന്തരം ഗൾഫിനെ ആശ്രയിക്കരുത്. ഗൾഫിൽ ഒരു മലയാളിക്ക് നിൽക്കാൻ കഴിയാത്ത കാലം വരെ ഉണ്ട്. എന്ത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ സാക്ഷിയാണ്, ശ്രദ്ധിക്കണം. 2020 ശേഷം എക്കണോമി തകരും. 2020 മാർച്ച് 23 ആദ്യത്തെ ലോക്ക്ഡൗൺ വരുന്നത്. 2020 മുതൽ എക്കണോമി തകടം മറിയാനുള്ള ഒരു കാരണം കൊറോണയാണ്. കൊറോണ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് 2020 മാർച്ച് 23 ആദ്യത്തെ ലോക്ക്ഡൗൺ. അത് കരുതി കൂട്ടിയൊരു കളിയാണ്. അതോടുകൂടി എക്കണോമിക് സിസ്റ്റം തകർന്നിട്ടുണ്ട്. ചില ആളുകൾ എന്താ പറയുക, നല്ല കച്ചവടമായിരുന്നു, കൊറോണയോട് അട്ടിമറിഞ്ഞു. ഇങ്ങനെ പറയുന്ന ആയിരങ്ങൾ നിങ്ങൾ പരിസരത്തുണ്ട്. ഗൾഫിലും മറ്റുമൊക്കെ കച്ചവടമായിരുന്നു, നാട്ടിൽ കച്ചവടമായിരുന്നു, നല്ല ഉഷാറായി പോകുമായിരുന്നു, പിന്നെ അട്ടിമറിഞ്ഞു. ഇനി പച്ച പിടിച്ച് കയറാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ നിങ്ങളുടെ നാട്ടിലുണ്ടോ? അല്ലേ? 100 കണക്കിനുണ്ട്. 2020 ഭയപ്പെടണം. 2020 എന്നതിന് ശേഷം എക്കണോമി അട്ടിമറിയും എന്ന് ഞാൻ പറഞ്ഞതിന് കണക്കും കയ്യുമില്ല. ഇത് ഞാൻ ജോത്സ്യനല്ല, ഇത് പഠിക്കും, മനസ്സിലാവും. എത്രത്തോളം എന്ന് പറയാൻ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ വലിയ ചെലവ് ചെയ്യരുത്. പെട്ടിപ്പീടിയാണ്, തട്ടുകട ഒക്കെ പറ്റും. നഷ്ടം വന്നാലും 1000-2000 രൂപ അത്രയേ ഉള്ളൂ. എന്നാലും കുറച്ച് പാർട്ടിയും ക്ലാസും സമാപനവും ബാക്കി കിട്ടുകയും ചെയ്യും. അതേ സമയത്ത് ഇന്ന് നമ്മൾ ആളുകൾക്ക് അന്തല്ല. എന്താ അന്തല്ലായ്മ? ഗൾഫിൽ നിന്ന് വരും 3, 4, 5, 8 ആളുകൾ കൂടിയിട്ട് 1 കോടി 1.5 കോടിൻ്റെ ഹോട്ടലാണ് തുടങ്ങും, വലിയ റെസ്റ്റോറൻറ്റ്. എന്നിട്ട് ആകെപ്പൊടി ഇന്റീരിയർ വർക്ക് ചെയ്യും. ഈ ഇന്റീരിയർ വർക്ക് എന്ന് പറഞ്ഞാൽ പൊളിച്ചെടുക്കാൻ ഒന്നും കിട്ടൂല. ആണോ? അല്ലേ? കോടിക്കണക്കിന്. ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തട്ടുകട തുടങ്ങിക്കൂടി. തട്ടുകടക്ക് പാകെ ഒരു തട്ട് വേണം, പിന്നെന്താ വേണ്ടത്? കുറച്ച് ക്ലാസ്സും പാർട്ടിയും സമാപനം, അത്രയല്ലേ വേണ്ടുള്ളൂ. അന്നന്ന് ചെയ്യുന്നത്. ഇനി അത് വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പർ ലെവലിലേക്ക് പോകണം. അപ്പർ ലെവലിലേക്ക് പോകണമെങ്കിൽ കോടാനക്കൂടി വേണം, അത് നമ്മളെ കയ്യിലില്ല. മറ്റേ ലോ ക്ലാസ്സും ജയിക്കും, അപ്പർ ക്ലാസ്സും ജയിക്കും. മിഡിൽ ക്ലാസ് തോറ്റു. മിഡിൽ ക്ലാസ്സിന് 2035 മുമ്പ് എണീറ്റിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ലോ ക്ലാസ്സിലേക്ക് ഇറങ്ങുക. നമ്മൾ വലിയ മുതലാളിയൊക്കെ തന്നെയാണ്, പക്ഷെ തട്ടുകട നടക്കുന്നത് എന്താ പ്രശ്നം? ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അവിടെ ഞാൻ എന്ന വാക്കിനല്ല അവിടെ പ്രസക്തി, പകരം അത് പഠനങ്ങളാണ്. അതൊക്കെ പറയാൻ ഇയാളാരെന്ന് ചോദിക്കരുത്. എന്തുകൊണ്ടത് പഠനമാണ്.
മനസ്സിലോണ്ട് പറഞ്ഞത് വളരെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇപ്പൊ ഈ പറയുന്നതിന് മുഴുവനും കസേരട്ട് ഇപ്പൊ ഈ പറയുന്നതിന് ഇപ്പൊ പറഞ്ഞ നമ്മൾ അക്രമമാട്ടി പറയാൻ ഞാൻ നിങ്ങളൊരു പ്രസംഗം നടത്തുന്നതിനോട് ഞാൻ പ്രസംഗം നടത്തൂല. എനിക്കൊരു പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. വളരെ ചിന്തിക്കും. തമാശന്നല്ല പറയണത്. ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഞങ്ങളോട് പറയാം. ഈ യുദ്ധം എക്കണോമി വീണ്ടും തകർക്കും. ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കൂല. അവസാനിച്ചാലും അവസാനിക്കൂല. നാളെ നിങ്ങൾക്കൊരു വാർത്ത കേട്ടേക്കാം. എന്ത്? യുദ്ധം നിർത്തി, തൽക്കാലം മാത്രമാണ്. ഈ യുദ്ധം ഒരിക്കലും പെട്ടെന്ന് അവസാനിക്കൂല. അതുകൊണ്ട് ഭയം വരും. ഭയം വന്നാൽ ഇൻവെസ്റ്റർമാർ ഇറങ്ങൂല. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് GCC കൺട്രീസ്. മനസ്സിലായില്ല? പുറത്തുനിന്ന് ഇൻവെസ്റ്റർമാർ വന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഇല്ലാത്ത രാജ്യങ്ങളാണ് GCC. ആണോ അല്ലേ? ഭയമുള്ളിടത്ത് ഇൻവെസ്റ്റർമാർ വരില്ല. ഈ ഭയം കണ്ണും കാതുള്ളവർക്ക് മനസ്സിലാവും. ഈ ഭയം പെട്ടെന്ന് അവസാനിക്കൂല. യുദ്ധം അവസാനിക്കും. അവസാനിക്കാൻ നിങ്ങൾക്ക് തോന്നും, അവസാനിക്കൂല. ഈ യുദ്ധത്തിൽ നാളെ ഒരു വെടിനിർത്തൽ ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാം. തൽക്കാലം നിന്നൂടെ? നിൽക്കാം. പക്ഷെ സ്ഥിരമായി നിൽക്കൂല. ഇത് ചില പ്രശ്നങ്ങളുള്ള ഒരു യുദ്ധമാണ്. അതുകൊണ്ട് വന്നാൽ എക്കണോമി തകരും. പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലെ മൊത്തം എക്കണോമി തകരും. കീപ്പോട്ട് വന്നു. നിലവിൽ തന്നെ നമ്മൾ കൊറോണ കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അതിന്റെ പുറമെയാണ് ഇപ്പം അതിന് നിലനിൽക്കുന്നൊരു യുദ്ധം. ആ യുദ്ധം വേറെ അവസ്ഥയിലേക്ക് മാറി. ഉഭയകക്ഷി ബന്ധങ്ങൾ പോലും നടത്തിയിട്ട് പ്രശ്നങ്ങൾ തൽക്കാലം പരിഹരിച്ചേക്കാം. ഇറാനിൽ ഒരു രാഷ്ട്രീയ മാറ്റം വന്നേക്കാം. പക്ഷെ പ്രശ്നം പരിഹരിക്കൂല. ഇതൊക്കെ വരാം. പക്ഷെ പ്രശ്നം പരിഹരിക്കൂല. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ? അനാവശ്യമായ ആർഭാടങ്ങളെ നമ്മൾ ഒഴിവാക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് മെല്ലെ പഠിക്കണം. നമുക്ക് നടത്തം അറിയാമായിരുന്നു. ഇപ്പം നമുക്ക് നടത്തറിയില്ല. ഇപ്പം നമുക്ക് രാവിലത്തെ നടത്തേ അറിയുള്ളൂ. തിന്നത് ദഹിക്കാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയുള്ള നടത്തേ നമുക്ക് അറിയുള്ളൂ. പണ്ട് മൂത്തേടത്തുനിന്ന് കരുളയിലേക്ക് ചുങ്കത്ര, കരുളായി, ഇടക്കര, ഇതാണ് നമ്മുടെ സ്റ്റേഷൻസ്. ഇവിടേക്കൊക്കെ ഞങ്ങൾ നടക്കുകയാണ്. ആയുസ് മുഴുവൻ ഞാൻ നടന്നത് നടക്കുന്ന ഓടുക. 10-12 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ഇടക്കരെത്തും. 20 മിനിറ്റ് ഏറെ ഓടാനായിരിക്കും. ഒരു സാധനം വരില്ലെങ്കിൽ അന്ന് പ്രധാനപ്പെട്ട വിരുന്നേരെന്ന് വന്നാൽ സാധനങ്ങൾ മൂത്തേർത്ത് കിട്ടൂല. അപ്പൊ എവിടെ പോകണം? ഇടക്കര പോകണം. അപ്പൊ ഞാൻ അമ്മനോട് പറയും, മങ്ങൾ ഒരുങ്ങിക്കോളി, ഞാൻ പോരാ. 3/4 മണിക്കൂർ കൊണ്ട് ഇറച്ചി വാങ്ങിയിട്ട് മൂത്തേർത്തെത്തും. ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും. 6 കിലോമീറ്റർ അങ്ങോട്ടും 6 കിലോമീറ്റർ അങ്ങോട്ടും ഓടാണ്. നടക്കൂല. ഓടന്നെ ഓടും. ഇടക്കരക്ക് ഓടും. ഇടക്കരക്ക് ഇങ്ങോട്ട് ഓടും. വിരുന്നേര് വന്നിട്ടുണ്ട്. അവരിപ്പം ഒരു ഉച്ചഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൂ. മൂത്തേർത്ത് ആ സമയത്ത് ഇറച്ചി കിട്ടൂല. അപ്പൊ ഇടക്കരക്ക് ഓടും. ഉമ്മ അതിന്റെ മല്ലി മുളകൊക്കെ ലെവലാക്കി വെള്ളം ചൂടാക്കുമ്പോൾ എന്തെത്തി? ഇറച്ചെത്തി. അള്ളാഹു സാക്ഷിയാണ്. ഇത് തൂരുവട്ടം കണ്ടോട്ടൊന്നുമല്ല. എൻ്റെ ആയുസ് മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നവും നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല. അത് എന്ത് പ്രശ്നം നേരിടാൻ പ്രശ്നമില്ല. നമ്മൾ ജീവിതം നമ്മളെ നേരിടാൻ പഠിപ്പിച്ചു. നമ്മളെ കുട്ടികൾക്ക് നേരിടാൻ അറിയില്ല. ഒന്നൊരിക്കൽ മോട്ടോർ സൈക്കിൾ എടുക്കും. അതിന് എണ്ണ വേണം. എണ്ണക്ക് വില കൂടാൻ പോകണം. വളരെ പ്രശ്നങ്ങളുണ്ടാവും. മുഴുവൻ നിങ്ങൾ എണ്ണയും കൊണ്ട് നടക്കണ്ട. ഏറ്റവും ചിലവ് കുറഞ്ഞ വാഹനമാണ് ബൈക്ക്. അതിനും എന്ത് വേണം? എണ്ണ വേണം. പണ്ട് നമ്മൾ പറഞ്ഞ് അല്ലാത്തവനവന് ബൈക്കില്ല. ബൈക്കില്ലാത്തവൻ ഇപ്പം എന്താ ചെയ്യണത്? ഓട്ടോറിക്ഷ എടുത്തു പോകും. അതും കുറച്ചാളി. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കണം. കണ്ട കല്യാണത്തിന് മുഴുവനും കൂടി വസ്ത്രം എടുക്കണ്ട. വസ്ത്രം നമുക്കൊരു 25-35 കൊല്ലം നമ്മളെ നാട്ടിലെ ടെക്സ്റ്റൈൽസ് മൊത്തം പൂട്ടിയാലും നമുക്കൊരു ഇടങ്ങറുണ്ടാവില്ല. കാരണം പറ എല്ലാ പേരിലും ആവശ്യത്തിലധികം സാധനമുണ്ട്. എല്ലാ പൊരയിലുണ്ട്. ആവശ്യത്തിലധികം സാധനമുണ്ട്. നമ്മളിപ്പോൾ വലിച്ചെറിഞ്ഞ കുറച്ച് സാധനം ഈ കോളേജ് പൂട്ടുന്ന ദിവസം ആ തെങ്ങൻ കുഴിയിൽ കുറച്ച് വസ്ത്രം കിടക്കുന്നുണ്ട്. ഈ കോളേജ് പൂട്ടുന്ന ദിവസം. അപ്പം ഞാനത് എടുത്ത് നോക്കുമ്പോൾ നല്ല വസ്ത്രങ്ങൾ, നല്ല തൊപ്പി, നല്ല ഫാൻസ്, നല്ല കുപ്പായം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 2 ബാല്യക്കാരായ
കോളേജിലെ വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 100 റുപ്യ നിങ്ങൾ അലക്കി കൊണ്ടുവരും, തേച്ച് കൊണ്ടുവരണം. അലക്കി തേച്ച് അവർ കൊണ്ടുവന്ന് ഞാനവർക്ക് ചെറിയ കുട്ടികളാണ്, വലിയക്കാരാണ്. അപ്പം ഞാൻ അവർക്ക് 100 റുപ്യയും കൊടുത്തു. അവർക്ക് സന്തോഷമായി. ആ സാധനം ഇവിടെ ഉണ്ട്, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഇനിയൊരു 2 കൊല്ലം 3 കൊല്ലം ഇടാ, അതിന് മാത്രം അങ്ങനത്തെ വസ്ത്രങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ പാത്തിച്ചിരുന്നു. ഈ കോളേജിൻ്റെ അടുത്ത കൊല്ലത്തെ ഉദ്ഘാടന ദിവസം ഞാനത് പ്രദർശിപ്പിക്കുള്ളൂ. ഇതിൽ പഠിക്കാനുണ്ട്. നമ്മളിത് എന്തുകൊണ്ടാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നുപോയി. എല്ലാ വീട്ടിലും അരിച്ച് പൊറുക്കിയിട്ട് അവിടെയും ഇവിടെയും എന്താ പറയുക, മുകൾ ഭാഗത്തെ ടെറസിൻ്റെ സൈഡിലും അവിടുത്തെ എന്താ പറയുക ഷീറ്റിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് താഴെ നമ്മളെ റൂമുകളിൽ വെക്കാൻ പാടില്ലാത്ത കുറേ സാധനം വെച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ മാത്രം എടുത്തൊന്ന് അലക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലത്തിനുള്ള വസ്ത്രം എല്ലാ പരിയിലും ഉണ്ട്. ഉണ്ടോ അല്ലേ? ഒന്ന് നാണം മറക്കൽ, ഒന്ന് ഭംഗി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്. നാണം മറക്കലിന് അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം തുന്നിക്കൂട്ടൽ നമുക്ക് അറിയില്ല, തുന്നൽ എന്നൊരു സംഗതി അറിയില്ല. ജെറൂസലേമിന്റെ താക്കോല് വാങ്ങാൻ പോയപ്പോഴും ഉമർ ഇബ്നു ഖത്താബിന്റെ വസ്ത്രം തുന്നിയിട്ടുണ്ട്. ആര്യ ഖലീഫത്തുൽ മുഅ്മിനീന ഫി ദുനിയ. മനസ്സിലായില്ല? ജെറൂസലേമിന്റെ താക്കോല് വാങ്ങാൻ പോയതാ സയ്യിദ് ഉമർ ഇബ്നു ഖത്താബ്, അന്ന് വസ്ത്രം തുന്നിയിട്ടുണ്ട്. മനസ്സിലായ നിങ്ങൾക്ക്? അന്നും വസ്ത്രത്തിൽ എന്തുണ്ട്? തുന്നലുണ്ട്. അതാണ് നമ്മൾ നോക്കണം. അപ്പൊ തുന്നൽ എന്ന കാര്യം പിടിച്ചു, ഒഴിവാക്കി. ഒരു ചെരുപ്പ്, ആ ചെരുപ്പ് പഴയ കാലത്ത് എല്ലാ അങ്ങാടിയിലും ചെരുപ്പുത്തികളുണ്ട്. ഇന്ന് ചെരുപ്പുത്തിയെ കാണണമെങ്കിൽ നമ്മൾ സാറ്റലൈറ്റിൽ നോക്കണം. നമ്മളെ കുട്ടിക്കാലത്ത് എല്ലാ നാട്ടിലും ചെരുപ്പുത്തില്ലേ? ഇഷ്ടം പോലെ ഈ അടുത്ത കാലത്ത് വരുന്നുണ്ട്. എൻ്റെ അയൽവാസി അനീഫ് കാക്കാറുണ്ട് ഇവിടെ ഫോട്ടോമിൽ. ചെരുപ്പുത്തി ജീവിതം മുഴുവൻ ചെരുപ്പുത്തിയാണ്. കുടുംബം പോറ്റി റായത്തായി മരിച്ചു. അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കട്ടെ. നല്ല മനുഷ്യനായിരുന്നു. ആയുസ് മുഴുവൻ ചെരുപ്പുത്തി. ആ പാളയത്തിൽ ചെരുപ്പുത്തി മരിച്ചു. ഇപ്പൊ നാട്ടിൽ ചെരുപ്പുത്തികളില്ല. നീ എവിടെയെങ്കിലും പഴയ കാലത്ത് ഒരു പണിയില്ലാത്തതുകൊണ്ട് ബാപ്പാൻ്റെ പണിയെടുത്ത് നീ എവിടെയെങ്കിലും അപൂർവ ജീവികളുണ്ടെങ്കിൽ തന്നെ അറിയിച്ച പത്രക്കാർ വന്നുണ്ട് ഇന്റർവ്യൂ. കാരണം നഷ്ടപ്പെട്ട വംശനാശം സംഭവിക്കുന്ന ജനുസാണ് ആര്? ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനുസാണ് ആര്? ചെരുപ്പുത്തി. സത്യല്ലേ? ഇപ്പൊ ചെരുപ്പത്തിന് ആർക്കും അറിയില്ല. ചെരുപ്പത്തി ഇടൂല. പഴയ കാലത്ത് ആവായി ചെരുപ്പ്, ഒരു വിലയില്ലാത്ത ആവായി, അതും പൊട്ടിയാൽ കുത്തിത്തരും. അപ്പൊ അതൊക്കെ നമ്മൾക്ക് വേണ്ടി വരും. എന്തുകൊണ്ട്? ഫിത്നത്തുൻ സറാ കഴിഞ്ഞാൽ ഫിത്നത്തുൽ ളറാ വരുന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു പഠനമനുസരിച്ച് ഫിത്നത്തുൽ ളറാ തുടങ്ങുന്നത് 2000-ലായിരിക്കുന്ന ഞാൻ പഠിക്കണത്. എൻ്റെ പഠനം അതാണ്. അതിന് മുമ്പ് ഫിത്നത്തുൻ സറാ. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫിത്നത്തുൻ സറാ വരൂല എന്നല്ല. ഉദാഹരണം, കഴിഞ്ഞ കൊല്ലത്തിലേക്ക് ചേർത്തിയ ഈ കൊല്ലം ഫിത്നത്തുൻ സറാ കഴിഞ്ഞാലും ഇത് ഫിത്നത്തുൽ ളറാ ആണ്. കഴിഞ്ഞ കൊല്ലത്തെ ഒരു മനക്കൊല്ലല്ല. നോക്കി തല കൊടുത്ത് ചിന്തിക്കും. അപ്പോൾ ഒരു കിതാബിന്റെ മുന്നിലിരുന്ന് പഠിക്കുന്നവന്റെ ബാധ്യതയാണ് ഇത് പഠിക്കൽ. അത് പഠിച്ച് പറയുമ്പോൾ ആളെ കളിയാക്കരുത്. കളിയൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആ കളിയാക്കി ഞങ്ങൾ ആ ഇൽമൊക്കെ തടയപ്പെടും. എനിക്കെന്നെ കളിയാക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് പഠനത്തിന് ശേഷം പറയണതാണ്. അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. പറഞ്ഞതെല്ലാം പുലരാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഔലിയ പാപ്പയിട്ടില്ല. ഒന്ന് പുലർന്നിട്ടില്ലെങ്കിൽ ഇവര് മുഴുവനും പൊങ്കാലിടൂല. നമ്മള് പൊങ്കാലിടാൻ വേണ്ടി കാത്തിക്കുന്നവർക്ക് ഇതുവരെ കണ്ടന്റ് കിട്ടിയില്ല. എന്തുകൊണ്ട്? 2019 ഇലക്ഷൻ കഴിഞ്ഞു. 2019 ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞത് വരെയും ആണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി എന്നാണ്, രാഹുൽ ഗാന്ധി. 2019 വോട്ട് ഇലക്ഷന്റെ പാർലമെന്റ് ഇലക്ഷന്റെ വോട്ട് എണ്ണുന്ന ദിവസം കോഴിക്കോട് നിറഞ്ഞ മുസ്ലിം പത്രങ്ങൾ അടക്കം എഴുതി മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി അധികാരത്തിലേക്ക്. ഞാൻ കേരള വിമർശിച്ച് ഒരിക്കലും കിട്ടൂല. അത് 2024 കിട്ടില്ല. അതൊരു പഠനമാണ്. ആ പഠനത്തിന് കാരണങ്ങളുണ്ട്. മുത്തനബിന്നോട് പറഞ്ഞാൽ മുത്തനബി എന്നോടും പറയും. ഈ ലോകത്ത് അവസാനിക്കുന്നവരെയുള്ള മനുഷ്യരോട് സംസാരിച്ചാലാണ് മുഹമ്മദ് മുസ്തഫ. അത് കണ്ടെത്തൽ നിന്റെ പറ്റില്ല. അതല്ല റസൂല എന്ന് പറഞ്ഞു എന്നല്ല ഇതിനർത്ഥം. അത് സാഹിത്യമാണ്. സംഭവം മനസ്സിലായില്ലേ? ചിന്തിച്ചോളി.
മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി അധികാരത്തിലേക്ക് എന്ന് എഴുതിയ മുസ്ലിം പത്രങ്ങൾ കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിട്ടാൽ അത് ആ ഡേറ്റ് എടുക്കി. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു പഠനം, അതാർക്കും പറയാം പഠനമാണ്, ഇത് പഠനമാണ്. ലോകാവസാനം വരെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുസ്തഫ റസൂലുള്ളാഹ് പറയാതെ പോയിട്ടില്ല. നമുക്ക് കണ്ണും കാതും തുറന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ അൽക്കഫിൽ ഒരു വ്യാഖ്യാനം പറയുകയാണെങ്കിൽ അത് ഇന്നലെ വരെ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാത്ത വ്യാഖ്യാനമായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് തള്ളണ്ട, അങ്ങനെയുണ്ട് നിങ്ങൾ വിചാരിച്ചോളി. എന്നാലും ഈ വ്യാഖ്യാനത്തിൽ നന്മയുള്ളൂ, തിന്മല്ല. പക്ഷെ പ്രത്യക്ഷ കിതാബുകൾ തുറന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നുമില്ല. അതുകൊണ്ട് ഈ ക്ലാസ് എല്ലാം ലാസ്റ്റ് വരെ ഇത് ഇന്നും നാളെയൊന്നും തീരൂല. ഈ ക്ലാസ് കുറച്ച് പോകും. എന്തുകൊണ്ട്? ഇത് ലോകാവസാനാണ് വിഷയം. ലോകാവസാന സന്ദർഭത്തിൽ അവസാന കാലത്തോ നിരന്തരം ഓതാൻ പറഞ്ഞ സൂറത്താണ് എന്ത്? അൽകഹഫ്. വെള്ളിയാഴ്ച ഓതൽ സുന്നത്താണ്. എന്തുകൊണ്ട്? ഖിയാമത്ത് നാളുമായി ബന്ധമുള്ള ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച. പറഞ്ഞ മനസ്സിലായാലും ചിന്തിക്കുക. അതിന്റെ അർത്ഥം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പം റമളാനിൽ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം കൂടി ഒത്തു വരുന്ന ഒരു വർഷമായിരിക്കും മഹദി പ്രത്യക്ഷപ്പെടാന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതുമൽ ചില ആളുകൾ എന്ത് പറഞ്ഞു? 2027 മഹദി ഇമാം വരും. ഞാൻ പറഞ്ഞില്ല. മനസ്സിലായില്ല? ആ വർഷം അങ്ങനെ ഉണ്ടാവുന്നതിനർത്ഥമുള്ളൂ. വെള്ളിയാഴ്ച ഖിയാമത്ത് വരുന്ന പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒക്കെ ഖിയാമത്ത് വരുന്നില്ല അതിനർത്ഥം. ഖിയാമത്ത് വരുന്ന ദിവസം വെള്ളിയാഴ്ച ആയിരിക്കും അതിനർത്ഥം. പിന്നീട് 2027 മഹദി ഇമാം വരുമെന്നൊരു പ്രസംഗം ഞാൻ നടത്തിയിട്ടേ ഇല്ല, ഞാൻ നടത്തൂല. അതേ സമയത്ത് ആ വർഷം അങ്ങനെ ഉണ്ടാവും. മഹദി ഇമാം 2027 വരൂല. എന്നാൽ മഹദി ഇമാം നീളൂല്ല. ഈ നീളേത് എന്ന് പറഞ്ഞാൽ 10, 15, 20 കൊല്ലം ഒക്കെ ഉണ്ടാകാം. അതൊന്നും നീളാത്തതാണ്. മഹദി ഇമാം വരാനുള്ള സാഹചര്യം ഓർത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത്. പക്ഷെ ഇനിയും പണിയുണ്ട്. നമ്മളൊക്കെ ആവറേജ് സുഖത്തിലാണ്. അപ്പൊ മഹദി ഇമാം വരില്ല. മനസ്സിലായില്ല? നമ്മളൊക്കെ പ്രായമാണ്, ആവറേജ് സുഖത്തില്ല. അപ്പൊ മഹദി ഇമാം വരില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് തുപ്പുന്നവരെ മഹദി വരില്ല. എന്താ പറഞ്ഞ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് തുപ്പൽ സർവ്വസാധാരണോ അപ്പോഴേ മഹദി വരുള്ളൂ. അതായത് വിദ്വേഷം സമൂഹത്തിൽ വർദ്ധിക്കും. അതിന്റെ അടിത്തറ ഇട്ടല്ലേ? ഉറപ്പല്ലേ മക്കളെ? ഞാൻ എത്ര വട്ടം കാല് പിടിച്ചിട്ട് പലരോടും മുസ്ലിമീങ്ങളെങ്കിലും മറ്റുള്ളവർ പറഞ്ഞതിന് ഒരുള്ള കുപ്പേരി മറുപടി അറിയരുത്. മറ്റൊരു പ്രശ്നം ഖുർആനും ഹദീസും നബിയും അല്ല. മറ്റൊരു പ്രശ്നം വർഗീയത കത്തിച്ച് അതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ ലാഭം നേടാൻ. നിങ്ങൾ പറയുന്ന മറുപടി അവർക്ക് മറുപടിയല്ല. എന്തുകൊണ്ട്? അവർക്ക് ചോദ്യമല്ല ഉള്ളത്, അവർക്ക് പ്രശ്നമാണ്. എന്താ പ്രശ്നം? പൊളിറ്റിക്കൽ താല്പര്യം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അതുകൊണ്ട് യൂട്യൂബർമാർ എന്ത് ചെയ്യരുത്? മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരോ മറ്റവരോ പറയുന്നതിന് വളരെ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നല്ലാതെ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ ജയിച്ചു. എന്താണ്ടാകുക? വിദ്വേഷം കത്തിക്കും. ഈ നിലക്ക് പോയാൽ വളരെ പെട്ടെന്ന് വർഗീയത കേരളത്തിൽ കീഴടക്കും. കോൺഗ്രസും ഭരിക്കൂല, കമ്മ്യൂണിസ്റ്റും ഭരിക്കൂല, വർഗീയവാദികൾ ഭരിക്കും. ഈ നിലക്ക് പോയാൽ. എന്തുകൊണ്ട്? പല കൂട്ടത്തിലും ആളുകൾ കെനഞ്ഞ പണിയെടുക്കുക. അവർക്ക് വേണ്ട റീച്ചാണ്. ഏറ്റവും ശപിക്കപ്പെട്ട ആളുകൾ റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കളിക്കുന്നവരാണ്. അതിന്റെ മുന്നിൽ നിന്ന് മൂല്യന്മാരാണ്. ഒരു ലക്ഷ്യം റീച്ചാണ്. റീച്ചിൽ അവർക്ക് പൈസ ഉണ്ടാക്കാം. ഞാൻ അല്ലാഹു മഷ്ഹദ് ഇന്ന് വരെ ഒരു പൈസ സോഷ്യൽ മീഡിയ വാങ്ങിയിട്ടില്ല, വാങ്ങൂല. ₹1 പൈസ വാങ്ങിയിട്ടില്ല, വാങ്ങൂല. അത് നമ്മൾ ലക്ഷ്യമല്ല. നമുക്ക് അല്ലാഹു സ്ഥാന റാഹത്തായി ജീവിക്കാൻ അവസരം തരുന്നുണ്ട്. ഇല്ലേ? പറ. നമ്മൾ ഒന്നാണ്. അപ്പൊ ഒരാൾക്കറിയുന്നത് മറ്റയാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് അതിൽ പാഠം കിട്ടും. അത് ചിന്തിക്കാൻ കഴിയും. സൂക്ഷിക്കാൻ പരമാവധി ജനതയെ രക്ഷപ്പെടുത്താം. മനസ്സിലായില്ല? ലാ യദ്ഹറുൽ മഹ്ദി വലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യബ്സുഖ അഹദുൻ ബഅദുൻ വജ്ഹ ബഅദ്. ഒരാൾ മറ്റൊരാളുടെ മുഖത്തേക്ക് തുപ്പൽ സർവ്വസാധാരണമാക്കാതെ ആര് വരില്ല? മഹ്ദി വരില്ല. മുത്തനബി പറഞ്ഞു. അവർക്കുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകുകയാണ്. അതിനൊക്കെ കാരണം സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ദജ്ജാലിന്റെ ഉൽപ്പന്നമാണ്. ഞാൻ 100 വട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യം എന്താണ്? കൊലപാതകമാണ്.
അവർക്ക് ഔഷധമാണ്, ദജ്ജാലിന് ഔഷധമാണ്. അല്ലെങ്കിൽ സാധുക്കളായ സ്കൂൾ വിദ്യാർത്ഥികളെ നേർക്ക് ബോംബിടേണ്ട ആവശ്യം അമേരിക്കക്കില്ല. അലി കംനായെ കൊല്ലാൻ ഓക്കെ, സാധുക്കളായ മക്കൾക്ക് എതിരെ ബോംബിടുന്ന എന്തിനാ? അവരുടെ ലക്ഷ്യം ചോരം. അതിൻ്റെ കൂടെയില്ല. അവരുടെ താല്പര്യം കുരുതിയാണ്. കുരുതി ഉണ്ടായാൽ മാത്രമേ അവരുടെ കൂടെ നിൽക്കുന്നവർ തൃപ്തിപ്പെടുള്ളൂ. കുരുതി ഉണ്ടാകണമെങ്കിൽ വിദ്വേഷം ഉണ്ടാകണം. ഒരു നോർമൽ സ്റ്റേജിൽ എന്തുണ്ടാവില്ല, കുരുതിക്ക് ഒരു ന്യായീകരണം ഉണ്ടാക്കണം. ഇവിടെ ഒരു ചോരക്കളി നടക്കണമെങ്കിൽ ആദ്യം ഞാൻ കത്തിക്കണം. ഇപ്പൊ കത്തിക്കാൻ തുടങ്ങിയാൽ എന്നെങ്കിലും അടിപൊളി നടക്കുമല്ലേ? പറയൂട്ടി അതിനാദ്യം മുതൽ കത്തിക്കണം. കത്തിച്ച് 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 പിന്നെ തല്ലലോടെ നിർബന്ധവും. ജനങ്ങളെപ്പോഴും തലേ ദിവസത്തെ വായിക്കുള്ളൂ. ഇതോടെ ഉണ്ടാക്കി കൂട്ടിയതാണെന്ന് അറിയില്ല, മനസ്സിലായില്ല. തലേന്ന് നടന്നേമ പോലും എന്ത് പറയും, നാളെ തല്ലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ട് വിഭാഗവും ചിലപ്പോൾ ഉത്തരവാദിയാവില്ല. ഉത്തരവാദി ഇത് കത്തിക്കാൻ തുടങ്ങിയവനാ. കത്തിക്കൊന്നവന്റെ ലക്ഷ്യം എന്താണ്? കുരുതിയാണ്, ചോരയാണ്. അത് പറഞ്ഞ് മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ കത്തിരക്ഷിക്കട്ടെ. അപ്പൊ മഹദി നാളെ വരെ നമ്മൾ വിചാരിക്കണ്ട. 2027 37 വരുന്നൊന്നും എനിക്കുറപ്പില്ല. 27 ഏതായാലും വരില്ല. ആ വരുന്ന വർഷത്തിന്റെ അടയാളം ഞാൻ കിതാബ് പോയി പറഞ്ഞിട്ടുണ്ട്. 2027 മഹദി വരും എന്ന് ഞാൻ പറഞ്ഞൊരു പ്രസംഗം ലോകത്ത് കാണില്ല. അതൊക്കെ എൻ്റെ പ്രസംഗത്തിന്മേൽ പിന്നെ വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും. അവര് നെറ്റ് നോക്കുമ്പോൾ 2027 റമദാനിൽ എന്തുണ്ട്, സൂര്യഗ്രഹണം, ചന്ദ്രാവോ റമദാൻ അങ്ങനെ പറയും. അതേതുപോലെയാണ് മുഹറം 10 വെള്ളിയാഴ്ച കൂടി വന്നാൽ ആ കൊല്ലാണ് ലോകാവസാനം സംഭവിക്കാൻ മുത്തന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കഴിഞ്ഞതിന്റെ മേലത്തെ കൊല്ലം മുഹറം 10 അങ്ങനെയാണ്. വെള്ളിയാഴ്ച മുഹറം 10, മനസ്സിലായില്ല? വെള്ളിയാഴ്ച മുഹറം 10, മുഹറം 10 വെള്ളിയാഴ്ച ഒരു ദിവസം ഖിയാമത്ത്. അതിന്റെ അർത്ഥം അന്ന് അങ്ങനെ ആയിരിക്കും എന്നാണ്. അല്ലാതെ അങ്ങനെ വന്ന ദിവസം ലോകാവസാനം ഉണ്ടാവുന്നല്ല. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. ഇതുപോലെയാണ് അൽ-കഹ്ഫ്. എന്താണ് അൽ-കഹ്ഫ്? അൽ-കഹ്ഫ് എന്ന് പറഞ്ഞാൽ പേടി കിട്ടിയവർ അഭയം തേടുന്ന സ്ഥലമാണ്. അതാണ് അൽ-കഹ്ഫ്. പേടിയുള്ളവർ അഭയം തേടുന്ന സ്ഥലമാണ് എന്ത്? അൽ-കഹ്ഫ്. അൽ-കഹ്ഫിൽ ചെറിയതുണ്ടാവും, വലിയതുണ്ടാവും, പെരും വലിയതുണ്ടാവും. പേടി കിട്ടിയവർക്ക് ആരാ പേടി കിട്ടിയവര്? അള്ളാഹുവിനാകുന്നവരൊക്കെ പേടിയുള്ളവരാ. അള്ളാഹുവിലേക്ക് എത്തിയവർക്ക് ഒരു പേടിയും ഇല്ലേനും. അപ്പോൾ അൽ-കഹ്ഫ് എന്നതിന് ഒരു സിംബോളിക്കായ വാക്കാണ്. തിരിഞ്ഞില്ല, ഇറങ്ങിപ്പോരാണ്. ഞാൻ വേറെ ലോകത്തപ്പോ ഇന്ന് വരെ പറയാത്ത വേറൊരു വ്യാഖ്യാനം നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായത് നിങ്ങൾക്ക്? അൽ-കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിക് പദമായിരിക്കും. യഥാർത്ഥ കഹ്ഫില്ലേ ഉണ്ട്. പക്ഷെ ഖുർആൻ എന്ന നിലയിൽ ലോകാവസാനം വരെ പഠിക്കുന്നവരുടെ പാഠം ഏതോ ഒരാള് ഗോയക്കേറിയതല്ല. അവർക്ക് അൽ-കഹ്ഫ് എന്നാൽ അവർക്ക് പേടിയിൽ അഭയം തേടാവുന്ന സ്ഥലമാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ആ കഹ്ഫിൽ ചെന്ന് പോയി കുത്തുന്ന എനിക്കത് കഹ്ഫും അല്ല. അവർ അഭയം തേടിയ ഒരു കഹ്ഫ് ഉണ്ടല്ലോ, ആ കഹ്ഫൊക്കെ പിന്നെ പട്ടണങ്ങളാ. അതിന്ന് എന്തല്ല, കാടുമല്ല. അപ്പൊ ലോകാവസാനം ഖിയാമത്ത് നാൾ അടുത്തങ്ങൾ എന്താ ചെയ്യേണ്ടത്? അൽ-കഹ്ഫ് ഊരിക്കോളി. അൽ-കഹ്ഫിൽ പാടുള്ളത്. ദജ്ജാൽ വന്നാലും അൽ-കഹ്ഫ് ഒന്ന് മനുഷ്യപ്പെടും. എന്താ അൽ-കഹ്ഫ്? ഓതുന്നവൻ പഠിക്കും, ഓന് അന്തം കിട്ടും, ഓന്റെ ഉസ്താദ് അവന് പറഞ്ഞു കൊടുക്കും. സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അക്കാലത്ത് അല്ലാഹു തആല ഉലമാക്കൾക്ക് ബോധം കൊടുക്കും. അല്ലാതെ ദജ്ജാൽ തല്ലാൻ വരുന്ന നേരത്തെ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ് എന്ന് ചോദ്യമുണ്ട്. ദജ്ജാൽ പോകുന്നതിന് മാന വെച്ചോളണമെന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. ഞാൻ അങ്ങനെ പറഞ്ഞ കുറിച്ച് ഒരു കൂട്ടരുണ്ട്, ഓരോ തല്ലുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ പരിഗണിക്കണം. ഇതൊരു സിംബോളിക് പദമാകാനാണ് സാധ്യത ഇപ്പോൾ. അതേസമയത്ത് അൽ-കഹ്ഫ് തന്നെയായിട്ട് ഉണ്ട്. ആ അൽ-കഹ്ഫ് ഇന്ന് പട്ടണമാണ്. മനസ്സിലായില്ല? എന്റെ കൂടെ വരണം. മനസ്സിലായില്ല? ഈ അൽ-കഹ്ഫ് എവിടെയാണ്? ചിലപ്പോൾ ചില അഭിപ്രായ പ്രകാരം ജോർദാനിലാണ്, ചില അഭിപ്രായം തുർക്കിയുടെയും പിന്നെ സിറിയയുടെയൊക്കെ ആ ഏരിയയാണ്. അൽ-കഹ്ഫ് എവിടെയാണെന്ന കാര്യത്തിലും ആ പറയപ്പെട്ട അൽ-കഹ്ഫിൽ തർക്കമുണ്ട്. ജോർദാനിലാണ് എങ്കിൽ ആ ജോർദാനിൽ ഒരുപാട് വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട്. എന്നാൽ അതേപോലത്തെ അഭിപ്രായം ഈ അൽ-കഹ്ഫ് എന്ന് ഇമാറത്ത് ചെയ്ത് ശ്രദ്ധിക്കപ്പെടുന്ന അൽ-കഹ്ഫ്
തുർക്കി സിറിയയുടെ ബോർഡറിലും ഉണ്ട്. അവിടെ പണ്ട് 7 ആള് അഭയം തേടിയിട്ടുമുണ്ട്. ഇങ്ങോട്ട് നോക്ക്. അവരുടെ ചരിത്രം ഇതിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അവരുടെ ചരിത്രം നിനക്ക് പാടാണെങ്കിൽ നീ ഇത് ഒന്നുകൂടി വിശാലമായി ചിന്തിക്കണം. അൽ കഫ് എന്നാൽ മാളാണ്, അഭയം തേടുന്ന ഒരു മാളം. ആ മാളത്തെ കണ്ടെത്തുകയും ആ മാളത്തിൽ അഭയം തേടുകയും ചെയ്യണം ലോകാവസാനത്തെ മുസ്ലിമീങ്ങൾ. ഏതാണ് അൽ കഫ്? മുകളിൽ കാണുന്ന അൽ കഫ് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അൽ കഫ് മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലായില്ല? അൽ കഫ് അത് നബിയാണ്. ഈ അൽ കഫ് നബിയാണ്. ഏത് ഹെഡിങ്ങിൽ കാണുന്ന അൽ കഫ് നബിയാണ്. അവരും അഭയം തേടിയ മാളം പറയുന്നുണ്ട്. അവരുടെയും വിശാലമാർത്ഥത്തിൽ നബിയെ കണ്ടെത്താൻ കഴിയും. ഇവിടെ അൽ കഫ് നബിയാ. നബിക്ക് കഫിന് പേരുണ്ട്. اللهم صل على سيدنا مولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كاف الورى എന്താ പറ മാസിബല്ലാ എല്ലാ സൃഷ്ടികൾക്കും കഫാണ് മുഹമ്മദ്. അപ്പോൾ അൽ കഫ് മുഹമ്മദ് നബിയാണ്. ലോകാവസാനത്തിൽ നബിയിൽ ഒളിച്ചോളി, സുന്നിയെ കൂടി. അതതിൻ്റെ അർത്ഥം. വാബിയാ നടക്കണ്ട. അതതിൻ്റെ അർത്ഥം. നബി കഫിൽ പറയണം. നമ്മളെല്ലാവരും കൂടി അമ്മാളത്ത് പോയിരുന്നുണ്ട്. ഇപ്പം എന്താ കാര്യം? ലോകത്തുള്ള ഒരു 800 ചില്ലാനും ജനങ്ങളും അഭയം തേടിയാലും അഭയം കൊടുക്കാൻ പറ്റൊരു മാളമുണ്ട്. അതാണ് ആര്? അത് ആൾക്ക് കഫ് സബഅല്ല, 7 ആളെ കഫല്ല. അത് കഫുൽ വറ. സർവ സൃഷ്ടികൾക്കും കഫാണ് ആര്? അതാണ് ആ ഗുഹ. അതിലാ ഒളിച്ചോ. ആ ആളെ പേര് പറഞ്ഞാണ്ടോ സൂറത്ത് തുടങ്ങണോ? അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ എൻ്റെ ആബദിന് കിതാബ് ഇറക്കി കൊടുത്ത ആളാണ്. അവൾക്ക് സർവസ്തുതി. അപ്പൊ ആദ്യത്തെ ആയത്തിനും ആരെന്നെയാണ്? നബിയാണ്. ഹെഡിങ് നബി. സത്യം പറഞ്ഞങ്ങൾക്ക് മുതലായി നിങ്ങൾ ചീരിന് തരേണ്ട വയറ. ഞാനാണെങ്കിൽ ആകെ ചീരിന് എടുക്കും. ചിന്തിക്കണം. നിങ്ങൾ പഠിച്ചോളി. ഇപ്പൊ നബിയിൽ അഭയം തേടിക്കോളി. ഈ ലോകത്തെ എല്ലാവർക്കുമുള്ള കഫാണ് ആര്? മുഹമ്മദ് മുസ്തഫ. നബിയിൽ ഒളിച്ചോളി. ആ നബിയിൽ ഒളിച്ചാൽ ദജ്ജാൽ നിങ്ങൾക്കൊന്നുമല്ല. കാരണം യഥാർത്ഥത്തിൽ ദജ്ജാൽ ആരുടെ ശത്രുവാണ്? നബിയുടെ ശത്രുവാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ദജ്ജാൽ, നിങ്ങൾ ദജ്ജാലിനോട് ഏറ്റുമുട്ടാൻ പോകാൻ അതിൽ നിങ്ങൾക്കാണ് അഭിമാനം, ദജ്ജാലിനല്ല. മനസ്സിലായില്ല? ഇപ്പൊ മൈക്ക് ടൈസനോട് നിങ്ങൾ റിങ്ങിലേക്ക് തല്ലിവിടാൻ വേണ്ടി കയറി ചെന്നാൽ അവിടെ മനസ്സിലായില്ല, വലിയ റിങ്ങില് എന്താ പറയാ ബോക്സിംഗ് ചാമ്പ്യനാണ് മൈക്ക് ടൈസൺ. അപ്പൊ മൈക്ക് ടൈസനോട് റിങ്ങിൽ ഇടിക്കാൻ വേണ്ടി നിങ്ങൾ ചെന്നാൽ മാനാഭിമാനം ആർക്കാണ്? നിങ്ങൾക്കല്ലേ, ടൈസനല്ലേ. മനസ്സിലാണ്ട് നിങ്ങളെ പറ്റി പിന്നെ ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ മൂപ്പര് മൈക്ക് ടൈസനോട് വരെ ഇതെല്ലാം പോയ ആളാണ്. അതേ സമയത്ത് മൈക്ക് ടൈസനെ പറ്റിയാണ് നിങ്ങൾ തല്ലിയത് പറയാൻ എന്തരാണെങ്കിൽ ഈ കുറ്റിയോളത്തൊരു ചങ്ങായിനോട് വരെ ബന്ധാറ്റിലൂടെ പോയി മെത്തര വലിപ്പുണ്ടല്ലോ എന്നറിയാം. മോശത്തിലാണ്. നിങ്ങളോട് തല്ലണ ദജ്ജാലും മാനക്കടയങ്ങായി. ദജ്ജാലിന് ഒറ്റ ഏരിയുള്ളൂ. അതാരാ? മഹനബിയാണ്. പിന്നെ നിങ്ങളെ ശത്രു ആയത് എന്തുകൊണ്ടായിരുന്നു? നിങ്ങൾ നബിയുടെ ആളാവുമ്പോൾ നിങ്ങൾ ശത്രുവായി. അപ്പം നിങ്ങൾ വേഗം എന്താ വേണ്ട? നബികളെ വിളിക്കുക. പിന്നെ നബിയെ പ്രത്യക്ഷമുള്ളൂ, നിങ്ങളല്ല. അപ്പം നിങ്ങൾ പേടിക്കും വേണ്ട. നിങ്ങൾ ഗുഹയിൽ അഭയം തേടിയില്ലേ? എന്താ പേടി? അതാണ് മുഹമ്മദ്. അൽ കഫ് മുഹമ്മദ് നബിയാണ്. ഒന്നാമത്തെ ആയത്തിൽ മുഹമ്മദ് നബിയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഒരാൾക്ക് ലോകാവസാനം വരെ ഇതൊക്കെ ലോകാവസാനം വരെ ഇവിടെ നിലനിർത്തണമെങ്കിൽ അതിനൊരു കിതാബ് വേണം. അതിനകത്ത് ഇറക്കിയത് ഇത് സൂറത്തുൽ ഔലിയ ആണ്. ഏത്? അൽ കഫ്. ഔലിയാക്കന്മാരെ സൂറത്ത് അൽ കഫ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒന്നാൻ പറഞ്ഞത് ഔലിയാക്കന്മാരുടെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച. ഔലിയാക്കളല്ലാത്തൊരു ചർച്ച ഇതിലില്ല.
ഇതിന് നിസ്കാര കണക്കൊന്നും കണക്കൊന്നുമില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഔലിയാക്കന്മാരെ അറിയാം. എന്തില്ല ഔലിയാക്കന്മാരെ ദിവസമാണ് എന്ന് അസലും ഔലിയാക്കന്മാർ മുഅ്മിനീങ്ങളല്ലേ. ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളല്ലേ. തിരിഞ്ഞില്ല. ഔലിയാക്കന്മാരിലെ ലോ കാറ്റഗറിയാണ് എന്ത് ബേസിക്. ഇങ്ങോട്ട് കയറിയിരുന്ന കുട്ടികളെ ബാക്കിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് കയറിയിരുന്ന ആള് ഇവിടെയൊക്കെ എത്ര സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വരിക രണ്ടാൾ, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, ഇവിടെയൊക്കെ സ്ഥലമുണ്ട് ഷമീറേ. ഔലിയാക്കന്മാരുടെ സൂറത്ത് അത്. ഔലിയാക്കന്മാരുടെ ദിവസമാണല്ലോ വെള്ളിയാഴ്ച. ബേസ് അന്ന് ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പെരുന്നാൾ. ബേസിക് വിലായത്ത് എന്ന് പറഞ്ഞാൽ ഈമാനാണ്. മനസ്സിലായില്ല? ഒരാളും വലിയാകലിന്റെ ബേസ്മെന്റ് എന്താണ്? ഓൻ ആരായി കിട്ടലാണ്? മുഅ്മിനായി കിട്ടലാണ്. അന്ന് മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ് എന്ന് വെള്ളിയാഴ്ച. ഇത് വെള്ളിയാഴ്ച ഓതാൻ സൂറത്താണ്. ഇത് നിറച്ച ഔലിയാക്കന്മാരെ കഥയല്ല, അതൊന്നും വരില്ല. എന്നാൽ ഇത് പ്രാക്ടിക്കൽ ഔലിയാക്കളാണ്, തിയറി അല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം എന്ന ആയത്തിലില്ല, തിരിഞ്ഞിട്ടില്ല. അലാ ഇന്ന അത് തിയററ്റിക്കൽ ഔലിയാക്കളാണ്, ഇത് പ്രാക്ടിക്കൽ ഔലിയാക്കളാണ്. ഒരു കാര്യത്തിന് തിയറി ഉണ്ടായ പോലെ എന്ത് വേണം? പ്രാക്ടിക്കലാണ്. ഇത് പ്രാക്ടിക്കൽ ഔലിയാക്കളാണ്. ഈ സൂറത്ത് ആകെ തപ്പിയാൽ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നൊരായത്ത് ഇല്ല. അത് വേറെ സൂത്രമാണ്, തിയറിയ. ഔലിയാക്കന്മാർക്ക് ഒരു പേടിയില്ല, അത് തിയറിയ. ഇതിന്റെ പ്രാക്ടിക്കലാണ്. ഇതിനങ്ങനത്തെ ആയത്തില്ല. എന്ത് എന്നാ ഇത് നിറച്ച് എന്താ ഉള്ളത്? ഔലിയാക്കള് നിറച്ച്. ഔലിയാക്കളല്ലാത്ത ഒന്നും ഈ സൂറത്തില്ല. ഇത് ഔലിയാക്കളെ ഖസസ, ഇബറത്ത. ആദ്യത്തെ വലിയ മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ ഔലിയാ, സയ്യിദുൽ ഔലിയാ. എല്ലാ കഹഫിന്റെയും മേലുള്ള കഹഫ മുഹമ്മദ്. എല്ലാ ഗുഹയുടെയും മേലുള്ള ഗുഹ മുഹമ്മദ് മുസ്തഫ. അവർ കയറിയ ഗുഹയിൽ 7 ആളെ ഉള്ളൂ. 4 വരെ പുറത്ത് കടന്നു. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. ഈ നബിയാകുന്ന കഹഫുൽ വറ ആരെ കൊള്ളും? പ്രപഞ്ചം അഖിലാണ്ട ഘടാഹങ്ങളിലെ സകല സൃഷ്ടികളെയും നബിയാവുന്ന കഹഫിൽ കൊള്ളും. അവിടേക്ക് പോയിട്ടേ കാര്യമുള്ളൂ. അതാണ് വലിയ കഹഫ്. അമ്പിയാക്കളൊക്കെ കഹഫല്ല, കഹഫാണ്. പക്ഷെ അവർക്ക് ദിവസം കഴിഞ്ഞാൽ വേറെ ദിവസത്തെ അവർക്ക് കഹഫാൻ കഴിയില്ല. കാരണം ഒരൊറ്റ സ്വതന്ത്രനേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിമ. എന്തുകൊണ്ട്? ഒറ്റ അടിമയുള്ളൂ, ബാക്കിയൊക്കെ സ്വതന്ത്രന. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഒറ്റ അടിമയുള്ളൂ, ബാക്കിയൊക്കെ സ്വതന്ത്ര. ദുനിയാവില് ഒറ്റ അടിമയാണ്, ഒറ്റ അടിമ, ബാക്കിയൊക്കെ സ്വതന്ത്ര. സ്വന്തം നഫ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഞാൻ സ്വന്തം എന്ന് വെച്ചത്. സ്വന്തം നഫ്സിന് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് യഥാർത്ഥ അടിമ. അങ്ങനത്തെ അടിമ എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാശരി ചെന്ന അട്ടിമറി. എല്ലാവരും അടിമയാവും, ഒരാളോടമയാവും. നിങ്ങളെന്റെ കൂടെ അല്ല. അപ്പൊ യഥാർത്ഥത്തിലുള്ള കൗഫാകാൻ ആർക്കേ കഴിയുള്ളൂ? സുലഹയുള്ളൂ. കാരണം റസൂലുള്ള സ്വന്തത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തെളിവും പറയാം. തെളിവ് എന്താണ്? അമ്പിയാക്കൾ ദുനിയാവിൽ നഫ്സിന്റെ അടിമയാവുന്ന സന്ദർഭം അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഉണ്ട്. ഒരു മൈന്യൂട്ട് പോയിന്റെങ്കിലും. ഒരു വലിയൊരല്ലേ? വലിയൊരാണ്. അതുകൊണ്ട് മാഷറിൽ നമ്മൾ അവരെ കാണുന്ന നേരത്തെ അവർ നഫ്സി എന്നറിയും. കാരണം എന്റെ നഫ്സിന്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം. നബിനെ കാണുമ്പോൾ ഉമ്മത്തി നേരുള്ളൂ. എന്തുകൊണ്ട്? ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ ഞങ്ങൾക്കുണ്ട്? നിങ്ങൾ എന്റെ കൂടെ അല്ല. എല്ലാ അമ്പിയാക്കളും മനുഷ്യരിൽ എന്താ പറയാ? നഫ്സി. കാരണം എന്തുകൊണ്ട്? എവിടെയോ അവര് സ്വന്തം നഫ്സിന് ഒരു മൈന്യൂട്ട് പോയിന്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. തെറ്റ് കുറ്റൊന്നും നല്ലത്. ഒരു മൈന്യൂട്ട് ഹലാല് തന്നെ. പക്ഷെ സ്വന്തം നഫ്സിന് വേണ്ടി എന്തോ ഒരു മൈന്യൂട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ ജീവൻ പോയിക്കോട്ടെ എന്ന് ദ്വായിരുന്നു സയ്യിദുനാ നൂഹ്. അപ്പോൾ അടിച്ചിട്ട് ബാക്കി തട്ടിയിട്ട് ബാക്കി ഉൽ ആദ്യം വന്നാൽ നൂഹ് നബിയ. പക്ഷെ കാറ്റഗറി ലാസ്റ്റാ. എന്തേ? ഒരു അസഹനീയത പറഞ്ഞു.
ഇനി ഒരൊറ്റ നമ്മുടെ വാക്യാക്കണ്ടെന്ന് പറഞ്ഞു പോയി ദ്വാർന്നു പോയി ആര്? നോഹ് നബി. അതുകൊണ്ട് കാറ്റഗറിയിൽ ഉലുൽ അസ്മ് അഞ്ചാളാ. ഉലുൽ അസ്മ് അഞ്ചാളാ. സ്ഥാനം വായിക്കാം. മുഹമ്മദ് മുസ്തഫ, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ്. അതേസമയത്ത് വന്നത് നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ്. വന്നത് ലാസ്റ്റ് നബിയ, പക്ഷെ സ്ഥാനത്തിൽ വലിയ നബിയ. വന്നത് ആദ്യം നൂഹ് നബിയ, സ്ഥാനത്തിൽ ലാസ്റ്റ്. ഒരു ചെറിയ കോപം കയറിപ്പോയി, ഒരു അസഹനീയത. അത് സ്വാഭാവികമാണ്. അത് കുറ്റല്ല. 950 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് 9 ആള് ഏറി വന്നാൽ 80 ആള്. അത് അഭിപ്രായം. 9 ആൾ 40 അഭിപ്രായം. ആകെ 950 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് 9 ആളിൽ അപ്പുറം കിട്ടിയില്ലെങ്കിൽ ആ മനുഷ്യന് അസഹ്യം വരുമല്ലേ? അത് കുറ്റല്ലല്ലോ, അസമയങ്ങളല്ലേ. പിന്നെ അതിനെ ഖേദിക്കും. ഈ ഖേദം ആർക്കില്ല? സ്വഭാവില്ല, ഇല്ലെന്ന്. അപ്പൊ നെഫ്സിന്റെ പോയിന്റിൽ എവിടെയെങ്കിലും ഒരു മൈന്യൂട്ട് പോയിന്റ് അവർക്കൊക്കെ ഉണ്ടാവും. അതില്ലാത്തൊരൊറ്റ ആളാണ്. അല്ലാഹു റസൂൽ ദുനിയാവിൽ പൂർണ്ണ അടിമയും അതുകൊണ്ട് ആഖിറത്തിൽ പൂർണ്ണ സ്വതന്ത്രനാണ്. അപ്പൊ സ്വന്തം ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് എന്ത്, അവനാന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ആരാൻ്റെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പുറത്തെ പേരിൽ തീ പിടിക്കണം. അതിനു വേണ്ടി ഉമ്മ ഇറങ്ങുമ്പോഴാണ് കുട്ടീൻ്റെ മുന്നേക്ക് പേ പിടിച്ച നായി വരികയാണ്, അല്ലെങ്കിൽ പാമ്പടിക്കാൻ മൂർക്കം പാമ്പ് പാഞ്ഞു വരുമ്പോൾ കുട്ടികളടുത്തേക്ക് മുറ്റത്ത് കളിക്കണ എന്നെ കുട്ടികളുടെ അടുത്തേക്ക് പേ പിടിക്കണ പാമ്പ് അല്ല പേ പിടിച്ച നായോ അല്ലെങ്കിൽ മൂർക്കം പാമ്പ് വരുന്ന സമയത്ത് അപ്പുറത്തെ പേരിലുള്ള പിന്നെ തീ കിടക്കുക അമ്മ പായോ? ഒന്ന് പറയും ചങ്ങായിമാരെ. കാരണം അവനാന്റെ കാര്യം വലിയ കാര്യം. നമ്മളെ പേരിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്താണ്, അടുത്ത പേരിൽ ഒരു പശു തന്നെ ഒന്ന് കൂടുതൽ അമർന്ന് കേട്ട പോകും. എന്താ കുട്ടികളെ പശു അല്ലാതെ വെച്ചാൽ നിങ്ങൾ അതിന് വെള്ളം കൊടുക്കാൻ മറന്നുപോയോ? അമ്മ ചെല്ലും. എന്നാ വെയിലിന്റെ പറ്റിച്ചെന്ന് എൻ്റെ ആ പശു അല്ലാതെ അമർന്നുണ്ടല്ലോ, വല്ല വെള്ളം കൊടുത്ത കുട്ടികളുടെ ശേഷം വെള്ളം കൊടുക്കി ഉമ്മാക്കത് പറയാൻ ഉമ്മാന്റെ പേരിൽ എന്തില്ല, ഒരു പ്രശ്നമല്ല. ഉമ്മത്തി എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞുകൊണ്ട് എന്താ സ്വന്തം പേര് പ്രശ്നം. എല്ലാ അമ്പ്യാക്കളത്തിലും ഒരു സ്വന്തം പേര് പ്രശ്നമുണ്ട്. ഒരു എന്താ പറയും, എന്റെ കാര്യമാണ് പോയിക്കോളെ അങ്ങോട്ട് പോയിക്കോളി. ദുനിയാവിൽ യഥാർത്ഥ അടിമ മുഹമ്മദ് നബിയ. അപ്പോൾ ആഖിറത്തിൽ യഥാർത്ഥ സ്വന്തനും മുഹമ്മദ് നബിയ. അപ്പോൾ കഹ്ഫുൽ വറയാകാൻ ഒരാളേ ഉള്ളൂ. അതാരാ? അപ്പൊ അൽ കഹ്ഫ് മുഹമ്മദ് നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി അൽ കഹ്ഫ്. എന്താണത്? അത്രയേ ഉള്ളൂ. കഴിഞ്ഞു.